ഹായ് ഗായ്സ്, വെൽക്കം ടു ടുഡേ സെഷൻ ഓഫ് ദ ഹിന്ദു ഡീകോഡ് ബൈ ജിയോയിഡ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ ന്യൂസ് എങ്ങനെയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇന്ത്യനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്. ഓക്കെ, വിൽ ലുക്ക് ഓൺ ടു ഹൗ വിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഇമ്പാക്ട് ഇന്ത്യ. പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ് എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ എന്നുള്ള ടോപ്പിക്കിൽ ആ ഒരു ഹെഡിൽ വരുന്നൊരു ഇഷ്യൂ ആണത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അതായത് ഈ ഒരു ജൂൺ 13 ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തു അല്ലേ. ഇസ്രായേൽ ഇറാൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ബോംബിട്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സിലും പിന്നെ അവരുടെ മെയിൻ സിറ്റീസ് ആയിട്ടുള്ള ടെഹ്റാനിലൊക്കെ കയറിയിട്ട് ബോംബിട്ടു. ആൻഡ് ദേ ഓൾസോ കിൽഡ് സം ടോപ്പ് ഇറാനിയൻ ജനറൽസ്. ഓക്കെ, ഇറാൻ വെറുതെ ഇരുന്നില്ല, ഇറാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ദേ ഫയർഡ് സെവറൽ ബിഗ് മിസൈൽസ് അറ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. ഇസ്രായേലിൻ്റെ മിലിറ്ററി സ്പോട്ടിലൊക്കെ കയറി അടിച്ചിട്ടുണ്ട്, പിന്നെ അവരുടെ റിസർച്ച് സെൻറ്റേഴ്സൊക്കെ തകർത്തു. സോ ഈ ഒരു ഫൈറ്റ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോട് അടുക്കാറായി അല്ലേ, ഏകദേശം ഒരാഴ്ചയ്ക്ക് മേലെയായി. സോ ദ വോൾ വേൾഡ്, ഓക്കെ, ഇൻക്ലൂഡിങ് ഇന്ത്യ, ഗോട്ട് വറീഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ഗ്രോ ഇൻ ടു എ ബിഗ്ഗർ വാർ. സോ നമ്മുടെ PM മോദിയും അതേപോലെ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹുവും തമ്മിലുള്ള സംസാരത്തിൽ മോദി പറഞ്ഞിരുന്നു അതായത് മോദി പറഞ്ഞു, അതായത് വി ആസ്ക്ഡ് ഫോർ പീസ് ആൻഡ് കാം എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്ത് പറഞ്ഞു നമുക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ, പുള്ളിയും ഇറാൻ്റെയും ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽസൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു ആൻഡ് ആസ്ക് ദം ടു ബി കാം ആൻഡ് സോൾവ് തിങ്സ് വെരി പീസ്ഫുള്ളി. ഇന്ത്യ നമുക്കറിയാം ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ഇസ്രായേലിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടി ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. അതായത് നമ്മൾ ഓപ്പൺലി നമ്മൾ ഇസ്രായേലിനെ ബ്ലെയിം ചെയ്തിട്ടില്ല അല്ലേ. ആ ഒരു ഇറാനെതിരായുള്ള ഒരു അറ്റാക്ക് നടത്തിയതിൽ, ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഇസ്രായേലിലാണല്ലോ ആദ്യം നടത്തിയത്. സോ വി ഡിഡ്ന്റ് ബ്ലെയിം ഇസ്രായേൽ ഡയറക്ട്ലി ഫോർ ദ അറ്റാക്ക്. പിന്നെ ഈ ഒരു ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇറ്റ് ഈസ് യുറേഷ്യൻ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, പിന്നെ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ഓർഗനൈസേഷനാണ്. ഏകദേശം 10ഓളം മെമ്പർ സ്റ്റേറ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 2001 തോന്നുന്നു. ചൈനയും കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും റഷ്യയൊക്കെ ഉള്ളത്, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനൊക്കെ ഉണ്ട്. 2017 തോന്നുന്നു അത് 8ഓളം സ്റ്റേറ്റ്സ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നു. പിന്നീട് 2023 ഇറാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ബെലാറസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. സോ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ഇസ്രായേലിനെ ബ്ലെയിം ചെയ്തിരുന്നു ഈ ഒരു ഇറാനെ കയറി അടിച്ചതിൽ. പക്ഷേ ഇന്ത്യ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തില്ല. വി റെഫ്യൂസ് ടു സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം ചൈനയും റഷ്യയൊക്കെ ഉള്ളതാണ്. ഓക്കെ, അവരെ ഇസ്രായേലിനെ ബ്ലെയിം ചെയ്തു, പക്ഷെ നമ്മൾ ബ്ലെയിം ചെയ്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഗസയിൽ ആ ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു UN ഒരു റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഇന്ത്യ അതിൽ വോട്ട് ചെയ്തില്ല. ഓക്കെ, ഈവൻ ദോ മോസ്റ്റ് ബിഗ് കൺട്രി ഗ്രൂപ്പ്സ്, അതായത് ബ്രിക്സിലുള്ള ആൾക്കാരും പിന്നെ ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലുള്ളവരും, സാർക്ക്, അതേപോലെ G7 കൺട്രീസ്. G7 നമുക്കറിയാമല്ലോ, അതൊരു 7 മേജർ ഇൻഡസ്ട്രിയൽ കൺട്രീസാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് മേജർ ഇൻഡസ്ട്രിയൽ കൺട്രീസിൻ്റെ ആ ഒരു ഗ്രൂപ്പാണ്. എനിക്ക് തോന്നുന്നു കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, ഓക്കെ, പിന്നെ നമ്മുടെ US, ഇവരൊക്കെയാണ് ഇതിലുള്ളത്. സോ ഇവരെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കാനുള്ളത് മെയിനായിട്ട് US സപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. US-ഉം ഇന്ത്യയും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. Okay, we didn't vote on the UN resolution asking for a ceasefire in Gaza. Both US and India didn't vote on that UN resolution. Even though most big country groups, BRICS-ഉം ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനും സാർക്കും G7 കൺട്രീസും ഒക്കെ US ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യൻസ് ഒരു ഇസ്രായേലിലാണെന്നുണ്ടെങ്കിലും ഇറാനിലാണെന്നുണ്ടെങ്കിലും അവിടെ സ്റ്റക്കായി പോയ ഇന്ത്യൻസിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ധു സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. India started Operation Sindhu to bring back Indians stuck in Israel and Iran because of the war.
ഏകദേശം ഒരു 10,000-ഓളം ഇന്ത്യൻസ് ഉണ്ട് ഇറാനിൽ. അതേപോലെ തന്നെ 25,000-ഓളം ഇന്ത്യൻസ് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലും പിന്നെ ഹോം നേഴ്സൊക്കെ ആയിട്ടാണ് മോസ്റ്റ്ലി ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇറാൻ നമ്മുടെ ഇറാൻ്റെ ആ ഒരു എയർ സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നു അല്ലേ, ഫോർ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് ടു പാസ് ത്രൂ. And now India has to help the returnees by giving them jobs or study options here, so they don't have to go back to dangerous places again. ഇപ്പോൾ ഇറാനും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ആ ഒരു ട്രേഡ് 14 ബില്യൺ ആയിരുന്നു. ഓക്കെ, 2017 ഇറ്റ് വാസ് 14 ബില്യൺ. ഓക്കെ, പിന്നീട് 2023 ആയപ്പോഴേക്കും ഒരു 1.4 ബില്യൺ ആയിട്ട് അത് കുറയുന്നതാണ് നമ്മൾ കണ്ടത്. ബിക്കോസ് ഓഫ് ഈ ഒരു US ഇറാൻ്റെ മേലെ വെച്ചിരിക്കുന്ന സാങ്ഷൻസ് അങ്ങനെയാണ്, നമുക്കറിയാമല്ലേ. പിന്നെ ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 11 ബില്യൺ ആയിരുന്നു. ഓക്കെ, ഇസ്രായേലുമായിട്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു ട്രേഡ്. ആൻഡ് അത് 2023 ആയപ്പോഴേക്കും 3.75 ബില്യനായിട്ട് കുറഞ്ഞു. 11 ബില്യണിൽ നിന്ന് 3.75 ബില്യനായിട്ട് കുറഞ്ഞു, ഒരു വർഷത്തിനിടയിലാട്ടോ അത്. ആൻഡ് അത് മെയിൻലി നമുക്കറിയാം ആ ഒരു റീജിയനിലുള്ള ആ ഒരു ഇഷ്യൂസ് കാരണമാണ് മോസ്റ്റ്ലി. ഓക്കെ, ഭയങ്കര സമാധാനപരമായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ വാങ്ങിക്കുന്നത് വെപ്പൺസാണ്. ഓക്കെ, ഇന്ത്യ ഈസ് ബൈങ് മോർ വെപ്പൺസ് ഫ്രം ഇസ്രായേൽ. ഓക്കെ, 2015 5.6 മില്യൺ ആയിരുന്നു ആ ഒരു വെപ്പൺസിന് വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളമാണ് നമ്മൾ ഇസ്രായേലിന് കൊടുത്തിട്ട് വെപ്പൺസ് നമ്മൾ വാങ്ങിയത്. ഓക്കെ, അതായിരുന്നു ആ ഒരു എമൗണ്ട്. പിന്നീട് അത് 2023 ആയപ്പോഴേക്കും 128 മില്യനായിട്ട് അത് കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, 2015 5.6ഉം 2023 128 മില്യൺ. ഓക്കെ, ആൻഡ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പേടി എന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അത് അടച്ചു കഴിയുമ്പോൾ അത് നമുക്ക് വളരെയധികം നമ്മളെ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്ലോഷർ പോസിബിൾ അല്ല. അവിടെയെല്ലാം മറ്റു രാജ്യങ്ങൾ അതിന് സമ്മതിക്കില്ല. ഓക്കെ, സോ എന്നിരുന്നാൽ കൂടി ഈ ഒരു സീ റൂട്ടിലൂടെയാണ് 40 എനിക്ക് തോന്നുന്നു 50% ഇന്ത്യയുടെ ഓയിൽ വരുന്നത് ഈ ഒരു സീ റൂട്ടിലൂടെയാണ്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലൂടെയാണ്. സോ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും പ്രൈസ് വളരെയധികം ഷൂട്ടപ്പ് ചെയ്യും. പിന്നെ ഷിപ്പിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് ചാർജസും കാര്യങ്ങളൊക്കെ അത് എക്സ്പെൻസീവ് ആവും. പിന്നെ ഇൻഫ്ലേഷനാണ്. ഇന്ത്യയിൽ എവറിത്തിങ് വിൽ കോസ്റ്റ് മോർ ഇൻ ഇന്ത്യ അല്ലേ. ഇനി ഇന്ത്യൻ ഗുഡ്സ് പുറത്ത് വിൽക്കാനും അതൊരുപാട് പ്രശ്നമാവും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ ഭയങ്കര ഒരു ടഫ് സ്പോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് നമുക്ക് നല്ല ഗുഡ് റിലേഷൻ വേണം. രണ്ട് സൈഡായിട്ട് നമുക്ക് നല്ല ഗുഡ് റിലേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ US-ഉം നമ്മൾ പറഞ്ഞ G7 കൺട്രീസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്. ഓക്കെ, പിന്നെ ഗ്ലോബലി ഉള്ള സൗത്ത് കൺട്രീസൊക്കെ ഇറാനെയും പലസ്തീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, G7 കൺട്രീസ് ഇറാൻ്റെ മേലെയാണ് ബ്ലെയിം ചെയ്യുന്നത് മോസ്റ്റ്ലി ആ ഒരു വാറിനെ. ആൻഡ് നമുക്കറിയാം ട്രംപിൻ്റെ ആ ഒരു മിലിറ്ററി ആക്ഷൻ പുള്ളി ഇറാൻ്റെ മേലെ കുറച്ചും കൂടി കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതായത് G7 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വെരി റിച്ച് കൺട്രീസ്, വെസ്റ്റേൺ കൺട്രീസ്, US-ഉം UK-യും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഉണ്ട് അതിൽ. ഓക്കെ, അവർ ഇറാനെയാണ് റെസ്പോൺസിബിൾ ആക്കുന്നത് ഫോർ മേക്കിംഗ് ദി വെസ്റ്റ് ഏഷ്യൻ റീജിയൻ അൺസ്റ്റേബിൾ. ഓക്കെ, ബൈ അറ്റാക്കിങ് ഇസ്രായേൽ. ഇപ്പോൾ ഇനിയൊരു ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം പുള്ളി തിരിച്ച് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പുള്ളിയുടെ ഒരു നിലപാടിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഓക്കെ, വളരെ അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റാൻസ് പുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാനെതിരെയുള്ള മിലിറ്ററി അറ്റാക്ക് അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെയും വഷളാവും അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ സീൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ US ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെക്കുക, ഇറാന് മേലെയുള്ള ആ ഒരു മിലിറ്ററി സ്ട്രൈക്സിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാകിസ്ഥാൻ ഇൻവോൾവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പാകിസ്ഥാൻ അത്യാവശ്യം നല്ല ടൈസ് ഉണ്ട് ഇറാനുമായിട്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ്. സോ എന്തായാലും പാകിസ്ഥാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യും. സോ ഇത് ഇന്ത്യക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് പാകിസ്ഥാൻ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇന്ത്യയുടെ ഒരു വെസ്റ്റേൺ ബോർഡർ പിന്നെയും സീനാവും അല്ലേ. ഇന്ത്യ ഡസൻ വാണ്ട് ടു ബി ഡ്രാഗ്ഡ് ഇൻ ടു എ ബിഗർ വാർ. ഓക്കെ, ഇറാനും ഇസ്രായേലും US-ഉം പാകിസ്ഥാനും ഉള്ള ഒരു വാറിലേക്ക് ഇന്ത്യയും കൂടി കയറി ചെല്ലുക എന്ന് വെച്ചാൽ അത് നമുക്കറിയാലോ, അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ദാറ്റ്സ് വൈ ഇന്ത്യ ഈസ് വെറീഡ്. സോ നമുക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ആണ് വേണ്ടത്. നമ്മൾ അതിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
But if the war grows and Trump supports this attack, it could pull in countries like Pakistan, which is very dangerous for India's security and regional peace. ഇപ്പോൾ ഇപ്പോൾ രാവിലെ പുറത്തു വന്ന ന്യൂസ് അനുസരിച്ചിട്ട് അമേരിക്ക ഇസ്രായേലിൽ എന്തോ ഒരു സീന് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു. അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ. ആൻഡ് പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത് അല്ലേ. നമ്മളൊരു സൈഡുമായിട്ട് അലൈൻ ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ന്യൂട്രൽ പൊസിഷൻ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അടുത്ത മാസം ബ്രിക്സിന്റെ സമിറ്റ് വരുന്നുണ്ട് ബ്രസീലിൽ. ഓക്കെ, ജൂലൈ 6-7 തീയതികളായിട്ടാണ് ഈ ഒരു ബ്രിക്സിന്റെ ഇതൊരു മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ ഈ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ദിസ് വിൽ ബി വെരി ക്ലോസ്ലി വാച്ച്ഡ്. ഓക്കെ, അവിടെ ഇറാനും UAE ഒക്കെ അതിൽ മെമ്പേഴ്സാണ്. വെസ്റ്റ് ഏഷ്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് റീജിയനാണ് വെസ്റ്റ് ഏഷ്യ. ഇന്ത്യയുടെ ഓയിലിൻ്റെ 54% വരുന്നത് വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ആ ഒരു റീജിയണായിട്ട് $170 ബില്യൺ ട്രേഡ് ഉണ്ട് ഇന്ത്യക്ക്, നമ്മുടെ വെസ്റ്റ് ഏഷ്യ റീജിയനിലുള്ള കൺട്രീസുമായിട്ട്. അതേപോലെ തന്നെ 40%-ഓളം the money sent back home by Indians working abroad comes from this region. ഓക്കെ, പക്ഷേ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലുമായിട്ടാണ്, വിച്ച് കുഡ് ഹേർട്ട് അവർ ഇമേജ് അല്ലേ. ഈവൻ ദോ ഇന്ത്യ വാസ് ദ ഫസ്റ്റ് നോൺ അറബ് കൺട്രി ടു റെക്കഗ്നൈസ് പാലസ്തീൻ. ഓക്കെ, പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ നോൺ അറബ് കൺട്രി ഇന്ത്യയാണ്. അതേപോലെ തന്നെ നമ്മുടെ വളരെ സ്ട്രാറ്റജിക് പ്രൊജക്ട്സ്, ഓക്കെ, വളരെ കീ ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്രൊജക്ട്സ് ഒക്കെ സഫർ ചെയ്യും. അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറൊക്കെ ഉണ്ട്. ഓക്കെ, ഒക്ടോബർ 7 നടന്നൊരു അറ്റാക്കിന് ശേഷം ഇവിടെ വളരെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിൽ. അതേപോലെ തന്നെ ഈ ഒരു ചബഹാർ പോർട്ടിൻ്റെ കാര്യം അറിയാലോ, ഇറാനിലുള്ളൊരു പോർട്ടാണ്. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ചബഹാർ പോർട്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് ഉള്ള ഒരു ട്രേഡ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ ഈ ഒരു പോർട്ട് സഹായിക്കും അല്ലേ. ലൈക്ക് ഇറ്റ് വിൽ പ്രൊവൈഡ് എ വെരി വൈറ്റൽ ആക്സസ് പോയിന്റ് ഫോർ ഇന്ത്യൻ കമ്മോഡിറ്റീസ് ടു റീച്ച് അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യൻ നേഷൻസ് ത്രൂ ദി INSTC, which is the International North-South Transport Corridor, which consisting of road and railway network. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാകിസ്ഥാൻ്റെ ടെറിട്ടറി ക്രോസ് ചെയ്യണ്ട അവിടെ. സോ ഇന്ത്യ ഈ ഒരു ചബഹാർ പോർട്ടിനുള്ള ഒരു ഡെവലപ്മെന്റിൽ ഇൻവോൾവ് ചെയ്യാനുള്ള കാരണം തന്നെ ഇറ്റ് ഈസ് ആസ് എ റെസ്പോൺസ് ടു പാകിസ്ഥാൻസ് ഗ്വാഡർ പോർട്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ചൈനയുടെ ആ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ട്. സോ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചബഹാർ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇറാനിലാണ്. സോ അത് ആ ഒരു ഏരിയ ഒക്കെ ഫുൾ റീജിയൺ ഇപ്പോൾ ആ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ചബഹാർ പോർട്ടും INSTC trade route through Iran could also face problems due to this conflict. Okay, so that's it. We'll move on to our next news, which is what is IIT Delhi's quantum communication breakthrough. ഇത് നമ്മൾ ഇന്നലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ. ഓക്കെ, സോ വിൽ ലുക്ക് ഓൺ ടു ഇറ്റ്. സോ ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് റെലവൻസ് എന്ന് പറയുന്നത് ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി, ആ ഒരു ഹെഡിൽ വരുന്നൊരു ടോപ്പിക്കാണിത്. സോ ഇന്നലെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. എന്താണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ നോർമൽ ഫോൺ കോൾസും ഇമെയിൽസൊന്നും പോലെ അല്ല അല്ലേ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും, നോർമൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇതൊരു സെക്യൂർ വേ ആണ്. അതിന് വെറും സെക്യൂർ വേ എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂപ്പർ സെക്യൂർ വേ ആണ് ടു സെൻഡ് ഇൻഫർമേഷൻ യൂസിങ് ദി സ്പെഷ്യൽ റൂൾസ് ഓഫ് ക്വാണ്ടം ഫിസിക്സ്. സോ ഇത് ഒരു അൺബ്രേക്കബിൾ സീക്രട്ട് കോഡ് ഉപയോഗിക്കുന്നത് പോലെയാണ്. അതൊരാൾക്കും സ്പൈ ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. സോ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, ഇവിടെ IIT ഡൽഹിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു DRDO, നമ്മൾ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും IIT ഡൽഹിയിലെ സയൻറ്റിസ്റ്റുകളും കൂടിയിട്ട് ഇവർ വർക്ക് ചെയ്തിട്ട് ദേ സെൻഡ് എ സെക്യൂർ ക്വാണ്ടം സിഗ്നൽ, ഓക്കെ, ഓവർ 1 കിലോമീറ്റർ ത്രൂ ഓപ്പൺ എയർ. വയറൊന്നും യൂസ് ചെയ്യാതെ, വയേഴ്സൊന്നും യൂസ് ചെയ്യാതെ, നോട്ട് യൂസിങ് വയേഴ്സ്. സോ ഇത് കാണിക്കുന്നത് ഇന്ത്യ ഈസ് ഗെറ്റിംഗ് ബെറ്റർ അറ്റ് യൂസിങ് ദിസ് ഫ്യൂച്ചറിസ്റ്റിക് സ്പൈ പ്രൂഫ് കമ്മ്യൂണിക്കേഷൻ
അല്ലെ. അതേപോലെ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇത് നാഷണൽ സെക്യൂരിറ്റിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലെ. നമ്മുടെ ഡിഫൻസിലും സ്പേസിലും പിന്നെ ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെ ഇത് വളരെയധികം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. ഹാക്കിംഗ് ഒക്കെ ഇത് ഏകദേശം ഇറ്റ് വിൽ മേക്ക് ദി ഹാക്കിംഗ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഓക്കെ, ഈവൺ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് കാൺ ബ്രേക്ക് ഇറ്റ്. സോ ഇത് think of it like sending a message with a magical invisible ink. ഓക്കെ, അത് വാനിഷ് ആവും. ആരെങ്കിലും ഇതിനുള്ളിലേക്ക് പീക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് someone tries to peek in, the ink, the invisible magical ink will vanishes. ഓക്കെ, സോ ഇവിടെ എന്താണ് ഫോട്ടോൺസ്, ഒരു എൻടാങ്കിൾമെൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഫോട്ടോൺസ് എന്നുള്ളത് ലൈറ്റിലുള്ള ഒരു ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിക്കുക അല്ലേ. ചില സമയത്ത് സംടൈംസ് രണ്ട് ഫോട്ടോൺസ് ദേ ആർ മെയ്ഡ് ടുഗെദർ ഇൻ എ സ്പെഷ്യൽ വേ. ഓക്കെ, സോ അതിനെയാണ് ഈ ഒരു എൻടാങ്കിൾമെൻറ്റ് അല്ലെങ്കിൽ എൻടാങ്കിൾഡ് എന്നത് ഉദ്ദേശിക്കുന്നത്. അതാണ് രണ്ട് ഫോട്ടോൺസ് ദേ ആർ മെയ്ഡ് ടുഗെദർ. ഓക്കെ, ഒരു സ്പെഷ്യൽ വേയിൽ ദേ ആർ മെയ്ഡ് ടുഗെദർ. സോ അതിനെയാണ് ഈ ഒരു എൻടാങ്കിൾമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് മൈൻഡിൽ വയ്ക്കുക. സോ ഈ ഒരു എൻടാങ്കിൾഡ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ട്വിൻസിനെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുക. ഓക്കെ, ഒരു മാജിക്കൽ ട്വിൻസ് എന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ രണ്ട് പേര് ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സംതിങ് ഹാപ്പൻസ് ടു വൺ, മറ്റാൾക്ക് അത് ഫീൽ ആവും. ഓക്കെ, ദി അതർ വൺ ഫീൽസ് ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി. ഓക്കെ, അതായത് ഇവർ തൊട്ടടുത്ത് തന്നെ നിൽക്കണം എന്നില്ല. ഇവർ കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ ഫാർ അപ്പാർട്ട് ദേ ക്യാൻ ഫീൽ ഇറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സാധനം കൂടി മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീഡിയോയിലും ക്വാണ്ടം കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ് വേ ആണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ സേഫ് വേ ആണ് ഈ ഒരു ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, സോ അതിൽ നിങ്ങൾ PhD എടുക്കാൻ പോകണ്ട, അതൊന്നും മനസ്സിൽ വെച്ചാൽ മതി. ആ ഒരു എന്ത് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ക്വാണ്ടം ഫിസിക്സിൻ്റെ ആ ഒരു റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇത് ഈ ഒരു എൻടാങ്കിൾ ഫോട്ടോൺസ് ഉപയോഗിച്ചിട്ട് they uses these entangled photons to send information from one place to another. ഓക്കെ, ഇതിനിടയിൽ ആരെങ്കിലും ഹാക്ക് ചെയ്യാനോ സ്പൈ ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു മെസ്സേജിനെ ഹാക്ക് ചെയ്യാനോ സ്പൈ ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻടാങ്കിൾ ഫോട്ടോൺസ്, നമ്മൾ പറഞ്ഞല്ലോ രണ്ട് പേരുണ്ടാവും, ഇവരൊരു മാജിക്കൽ ട്വിൻസ് പോലെയാണ്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റാൾക്ക് ഇൻസ്റ്റൻ്റ്ലി അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു എൻടാങ്കിൾ ഫോട്ടോൺസ് ഇവർ ഡിസ്റ്റർബ് ആവും. Okay, they get disturbed and we know immediately that someone tried to listen. അതേപോലെ ഇവിടെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. QKD നമ്മൾ ഇന്നലെ അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. ഇതൊരു സ്പെഷ്യൽ ടെക്നിക്കാണ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് ഈ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടാൾക്കാർ തമ്മിൽ ഒരു സീക്രട്ട് കീ, അതായത് ഒരു ലൈക്ക് പാസ്വേഡ്, ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും വളരെ സേഫായിട്ട് രണ്ടാൾക്കാർ തമ്മിൽ. സോ ഇത് ഈ ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു മെസ്സേജിനെ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ, അൺലോക്ക് ചെയ്യാൻ പറ്റും മെസ്സേജിനെ. ഓക്കെ, സോ നമ്മുടെ IIT ഡൽഹിയിലെ സയൻറ്റിസ്റ്റുമാരും അതേപോലെ DRDOയും കൂടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സോ അവർ കാണിച്ചു തന്നു ഈ ഒരു ടെക്നോളജി ശരിക്കും വർക്കാവും എന്നവർ കാണിച്ചു തരാനുണ്ടായത് അല്ലേ. ദേ ഷോഡ് ദാറ്റ് ദിസ് ടെക്നോളജി ആക്ച്വലി വർക്ക്സ്. സോ അവർ ഈ ഒരു എൻടാങ്കിൾ ഫോട്ടോൺസിനെ ദേ സെൻഡ് ഇറ്റ് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 1 kilometer ത്രൂ ദി എയർ. സോ ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റിയിൽ വളരെ മികച്ചൊരു സ്റ്റെപ്പാണല്ലോ. ഇറ്റ് ഈസ് എ വെരി ബിഗ് സ്റ്റെപ്പ് ഫോർ ഇന്ത്യാസ് ഡിഫൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. ബിക്കോസ് നമുക്ക് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഹാക്ക്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇമാജിൻ ദിസ് ലൈക്ക് ഒരു മാജിക്കൽ ബോട്ടിൽ നിങ്ങളുടെ മൈൻഡിൽ എടുക്കുക. അതായത് ഇറ്റ് ഈസ് ലൈക്ക് സെൻഡിങ് എ മെസ്സേജ് ഇൻ എ മാജിക്കൽ ബോട്ടിൽ. ഇതാരെങ്കിലും ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു മാജിക് അവിടെ ബ്രേക്ക് ആവും. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. വി ക്യാൻ ഇമ്മീഡിയറ്റ്ലി നോ ദാറ്റ് someone tried to steal our message. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ഒരു IIT ഡൽഹി ക്യാമ്പസാണ്. അതിൻ്റെ ഈ ഡൽഹി ക്യാമ്പസിനകത്താണ് ഇവരിത് നടത്തിയത്. ഇവർ ട്രൈ ചെയ്തത് ഈ ഒരു ക്യാമ്പസിനകത്താണ്. സോ അവിടെ ദേ സെൻഡ് സീക്രട്ട് കീസ് ത്രൂ ദി എയർ.
ഈ ഒരു എൻടാങ്കിൾ ഫോട്ടോൺസ് ആണ് ഉപയോഗിച്ചത്. ഏകദേശം 1 കിലോമീറ്ററിനടുത്താണ് ഇവരത് സെൻഡ് ചെയ്തത്. ഓക്കെ, ഓൾ ഇൻസൈഡ് ദി IIT ഡൽഹി ക്യാമ്പസ്. ഓക്കെ, സോ ഇത് നടത്തിയത് ഈ ഒരു എൻടാങ്കിൾമെന്റ് ബേസ്ഡ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ നടത്തിയത്. ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് മെത്തേഡാണ്. സോ ഇത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫോട്ടോൺസിനെ കേബിളിലൂടെ, അതായത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ അയക്കുക എന്ന് പറയുന്നത് ഹാർഡാണ്. ഓക്കെ, സോ ഇത് അതിനേക്കാളും ഹാർഡായിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് ഹാർഡർ ദാൻ സെൻഡിങ് ഫോട്ടോൺസ് ത്രൂ എ കേബിൾ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ അയക്കുന്ന ഫോട്ടോൺസ് ഹാർഡാണ്. അതിനേക്കാളും ഹാർഡറാണ് ഈ ഒരു പരിപാടി. പക്ഷെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ക്ലോസർ ടു സെൻഡിങ് ക്വാണ്ടം കീസ് ഫ്രം സാറ്റലൈറ്റ്സ് ടു എനിവേർ ഓൺ എർത്ത്. സോ ഇനി ഭാവിയിൽ ഒരു ദിവസം നമുക്ക് വി കുഡ് ഹാവ് എ ഗ്ലോബൽ ക്വാണ്ടം സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഈവൺ ഇൻ പ്ലേസസ് വേർ ദർ ആർ നോ വയേഴ്സ്. ഓക്കെ, അതാണ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. സോ ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം വർക്കായെന്ന് ചോദിച്ചാൽ, ഇത് ഏകദേശം 240 സീക്രട്ട് ബിറ്റ്സ് പെർ സെക്കൻഡിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇനഫ് ടു മേക്ക് സ്ട്രോങ് എൻക്രിപ്ഷൻ കീസ്. ഓക്കെ, ഇതിൻ്റെ എറർ റേറ്റ്, ഇത് തെറ്റിപ്പോകാനുള്ളൊരു റേറ്റ്, അല്ലെങ്കിൽ ആ ഒരു എറർ റേറ്റ് എന്നുള്ളത് 7% താഴെയാണ്. അപ്പോൾ ഇത് റിയൽ യൂസിന് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ്. ഓക്കെ, സോ ഇതിനു മുമ്പ് ഇവർ ഏർലിയർ ദേ ഹാവ് കണക്റ്റഡ് സിറ്റീസ് ലൈക്ക് വിന്ധ്യാചലും പ്രയാഗ്രാജുമായിട്ട്, സിറ്റീസ് കണക്റ്റുമായിട്ട് ഈ ഒരു നമ്മുടെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി ഇവരൊരു മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള വിന്ധ്യാചലും പ്രയാഗ്രാജ് തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ഏകദേശം 100 കിലോമീറ്ററിന് മേലുണ്ട്. ഓക്കെ, സോ ഈ ഒരു IIT ഡൽഹി ടീം നമുക്ക് കാണിച്ചു തന്നത് ദേ ക്യാൻ സെൻഡ് എ സൂപ്പർ സീക്രട്ട് കീസ്. ഓക്കെ, ത്രൂ ദി ഓപ്പൺ എയർ. എന്തുപയോഗിച്ച്, നമ്മുടെ ഈ ഒരു ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. സോ ഇറ്റ് ഈസ് എ ഹ്യൂജ് സ്റ്റെപ്പ് അല്ലെ ടുവേർഡ്സ് ഹാക്ക് പ്രൂഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഇന്ത്യസ് ഫ്യൂച്ചർ ഇൻ ഡിഫൻസ്, സാറ്റലൈറ്റ് ആൻഡ് സെക്യൂരിറ്റി ഇന്റർനെറ്റ്. സോ നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു വിൽ ഗോൺ ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇന്ത്യാസ് ക്വാണ്ടം ജേണി, അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ത്യയുടെ ഈ ഒരു ക്വാണ്ടം ലീപ്പ്, ഒരു വളരെ വലിയൊരു ക്വാണ്ടം ലീപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യ സ്റ്റാർട്ടഡ് എ ന്യൂ ചാപ്റ്റർ അല്ലേ ത്രൂ ദി സൂപ്പർ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ യൂസിങ് ദി ക്വാണ്ടം ടെക്നോളജി. നമ്മുടെ രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ദിസ് കുഡ് ചേഞ്ച് ദി ഫ്യൂച്ചർ വാർഫെയർ തന്നെ ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് വെപ്പണാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിലെ. സോ ഇതിൻ്റെ നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, കണക്റ്റഡ് സ്റ്റേഷൻസ് അക്രോസ് ഇന്ത്യ. സോ ഈ ഒരു നോഡ്സ് ഇറ്റ് വിൽ ടോക്ക് ടു ഈച്ച് അതർ സെക്യൂർലി. ഓക്കെ, അക്രോസ് ഇന്ത്യയിൽ നമ്മൾ കണക്റ്റഡ് സ്റ്റേഷൻസ് ബിൽഡ് ചെയ്യണം, അതാണ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതിനാണ് ഈ നോഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ഒരു കണക്റ്റഡ് സ്റ്റേഷൻസ്. സോ ഈ ഒരു നോഡ്സ് they will talk to each other securely അല്ലെ, ക്വാണ്ടം റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് they can talk very securely, so that makes hacking almost impossible. സോ ഇന്ത്യ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് നാഷണൽ ക്വാണ്ടം മിഷനിലെ ഗവൺമെൻറ് 2023 നാഷണൽ ക്വാണ്ടം മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 2031 വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 6000 കോടിയായിരുന്നു ഇതിൻ്റെ ബജറ്റ് ഇട്ടത്. ഏകദേശം $725 million. ഓക്കെ, സോ ഈ ഒരു മിഷൻ നമ്മുടെ റിസർച്ചിന് സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ലാബുകൾ, ഒരു ക്വാണ്ടം ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാബ്സിനെ, റിസർച്ചിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. റിയൽ വേൾഡ് യൂസ് ഓഫ് ക്വാണ്ടം ടെക്നോളജീസ്. ഓക്കെ, ഇറ്റ് വിൽ സപ്പോർട്ട് മിഷൻസ്. The mission will support research labs and real world use of quantum technology. സോ ഇതിന് ആരൊക്കെയാണ് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, മിലിറ്ററിയെ മാത്രമല്ല ഈ ഒരു ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ഡിഫൻസിന് ഓഫ് കോഴ്സ്, അതേപോലെ ഇൻ്റലിജൻസിന് ഇറ്റ് വിൽ കീപ് സീക്രറ്റ്സ് ട്രൂലി സീക്രറ്റ്. അതേപോലെ ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും അല്ലേ, ഫോർ സെക്യൂർ ട്രാൻസാക്ഷൻസ് ആൻഡ് ഡാറ്റ. അതേപോലെ ടെലികോം സെക്ടറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ്, അതേപോലെ ഒരു ഹാക്ക് പ്രൂഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആൾക്കാർക്ക് ഒരു ഹാക്ക് പ്രൂഫ് കമ്മ്യൂണിക്കേഷൻ ഇത് ഉറപ്പാക്കും. സോ ഇന്ത്യ ഇപ്പോൾ വളരെയധികം ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ലൈറ്റ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ, ഫിസിക്സിൻ്റെ ആ ഒരു മാജിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ടു സെൻഡ് അൺഹാക്കബിൾ മെസ്സേജസ്. ഓക്കെ, ഇത് ആർമിക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഇറ്റ് വിൽ ഹെൽപ്പ് ബാങ്ക്, മൊബൈൽ നെറ്റ്വർക്ക്സ് ആൻഡ് കീപ്പിംഗ് അവർ ഡാറ്റ സേഫ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ്, വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ DNA അനാലിസിസ് എന്നുള്ളതാണ്.
പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ ജൂൺ 12 നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ്, അതായത് എയർ ഇന്ത്യ പ്ലെയിൻ ഒരു ഫ്ലൈറ്റ് 171 അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലോട്ട് പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് ക്രാഷായി അല്ലേ, ജസ്റ്റ് ആഫ്റ്റർ ദ ടേക്ക് ഓഫ്. ഏകദേശം 270 ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അറ്റ്ലീസ്റ്റ് 270 പീപ്പിൾ ഡൈഡ്. ആൻഡ് ഇപ്പോൾ അതോറിറ്റീസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആരൊക്കെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു DNA ടെസ്റ്റാണ് ഒഫീഷ്യൽസ് യൂസ് ചെയ്യുന്നത്. സോ അവർ ആ ഒരു DNA, ദേ ആർ മാച്ചിങ് ദി DNA ഫ്രം ദ ബോഡീസ് വിത്ത് ദ സാമ്പിൾസ് ഗിവൺ ബൈ ദ വിക്ടിംസ് ഫാമിലി. സോ ഏകദേശം ബോഡീസൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. Okay, they have already been identified. Most of the bodies have already been identified. സോ ഇവിടെ നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇതൊരു സ്പെഷ്യൽ മെത്തേഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഹൂ സമൺ ഈസ് ബൈ ലുക്കിംഗ് അറ്റ് ദെയർ DNA. ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു എല്ലാ ആൾക്കാരുടെ ബോഡിയിലും ഈ ഒരു യുണീക്ക് കോഡ് ഉണ്ട് ഇൻസൈഡ് എവറി പേഴ്സൺസ് ബോഡി. ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഹ്യൂമൻ DNA നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 99.9% ഏകദേശം സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, അവിടെയുള്ള ആ ഒരു ബാക്കിയുള്ളൊരു 0.1% എല്ലാ ആൾക്കാരിലും യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഈ ഒരു 0.1%, ഈ ഒരു 0.1% ഇതിന് വിളിക്കുന്നത് തന്നെ ദേ ആർ സ്പെഷ്യൽ പാർട്സ്. ഓക്കെ, STRs അല്ലെങ്കിൽ ഷോർട്ട് റാൻഡം റിപ്പീറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഇതെല്ലാ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ സയൻറ്റിസ്റ്റൊക്കെ ഈ ഒരു STRs ഇത് നോക്കിയിട്ടാണ് DNA പ്രൊഫൈൽ ഉണ്ടാക്കുക, ലൈക്ക് ഫിംഗർ പ്രിൻ്റ് മെയ്ഡ് ഫ്രം DNA. സോ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബോഡി അത് വളരെ ബാഡ്ലി അത് ഡാമേജ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്രാഷിലോ അല്ലെങ്കിൽ ഡിസാസ്റ്ററിലോ ഒക്കെ ഒരു ബോഡി വളരെയധികം ഡാമേജ്ഡ് ആവുകയാണ്, ഒരു നോർമൽ ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ അല്ലാത്തുള്ള സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവിടെ നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു DNA എടുക്കും. നമുക്ക് ബോൺസിന്നും ടീത്തിന്നും ഹെയറിന്നും ഒക്കെ DNA എടുക്കാമല്ലോ. എന്നിട്ട് അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ DNA ആയിട്ട് കമ്പയർ ചെയ്യും, ലൈക്ക് പാരൻസ് ഓർ ചിൽഡ്രൻ. സോ ഇത് വളരെ അക്യുറേറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി അക്യുറേറ്റ്. ആൻഡ് ഇത് ക്രൈംസിലും ആക്സിഡൻസിലും അതേപോലെ ഡിസാസ്റ്റേഴ്സിലും ഒക്കെ യൂസ് ചെയ്യും ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എങ്ങനെയാണ് ഈ ഒരു DNA ഉപയോഗിച്ചുകൊണ്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. അതായത് ആദ്യം സാമ്പിൾ കളക്ഷനാണ്. അതായത് ഈ എക്സ്പേർട്സ് ദേ വിൽ കെയർഫുള്ളി കളക്ട് ദ DNA ഫ്രം പാർട്സ് ലൈക്ക് സ്കിൻ, മസിൽസ്, നെയിൽസ്, ബോൺസ്, ബ്ലഡ് ഓർ വേറെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയെല്ലാം അവരൊരു ഈ ഒരു DNA കളക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് പിന്നെ അവർ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് സ്റ്റേസ് ക്ലീൻ. ഓക്കെ, അല്ലെങ്കിൽ അത് വേറെ DNA ആയിട്ട് മിക്സ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ, ടു അവോയ്ഡ് മിക്സിങ് വിത്ത് അതർ DNA. സോ ദേ മേക്ക് ഷുവർ എവറിത്തിങ് സ്റ്റേസ് ക്ലീൻ. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വളരെ സ്റ്റെറൈലായിട്ടുള്ള, ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് വെരി കോൾഡ്. ഓക്കെ, ഇതിന് യൂഷ്വലി ഇത് സ്റ്റോർ ചെയ്യുന്നത് ഏകദേശം ഒരു -20°C അല്ലെങ്കിൽ ഒരു 95% ആൽക്കഹോൾ കണ്ടനുള്ള ഏതെങ്കിലും ഒന്നിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് റോട്ട് ചെയ്യാതിരിക്കാനാണ്. ഓക്കെ, ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം റോട്ടിങ്. പിന്നെ ഈ ഒരു DNA എക്സ്ട്രാക്ഷനും അതിൻ്റെ ആംപ്ലിഫിക്കേഷനും പറയുമ്പോൾ ആ ഒരു സാമ്പിളിൽ നിന്ന് ഈ ഒരു DNA ഇവരെടുക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളത് PCR, അതൊരു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ദേ യൂസ് ടു മേക്ക് മെനി കോപ്പീസ് ഓഫ് ദ DNA. ഓക്കെ, ആ ഒരു സ്പെഷ്യൽ പാർട്സിലാണ് നമ്മുടെ ആ ഒരു STRs ഇല്ലേ, ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ബിറ്റ്, ആ ഒരു യുണീക്ക് ബിറ്റിലായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ DNA പ്രൊഫൈലിംഗ് ആണ്. അതായത് ഈ ഒരു കോപ്പി ചെയ്ത DNA പീസസ് ഇതിനെ സൈസ് അനുസരിച്ച് സോർട്ട് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിൻ്റെ ടെക്നിക്കലായിട്ട് എന്താണ് ഈ ഒരു ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ള കാര്യമൊന്നും പഠിക്കേണ്ട, ഈ ഒരു ടെക്നിക്കാണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഇത് കാണിക്കും, അതായത് എത്രത്തോളം ദിസ് ഷോസ് ദി നമ്പർ ആൻഡ് പാറ്റേൺ ഓഫ് ദി STR. ഓക്കെ, ദാറ്റ് യുണീക്ക് ബിറ്റ്സ്. സോ ഇതുകൊണ്ടാണ് ആ ഒരു യുണീക്ക് DNA ഫിംഗർ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ക്രിയേറ്റ്സ് ദി പേഴ്സൺസ് യുണീക്ക് DNA ഫിംഗർ പ്രിൻറ്റ്. സോ ഇതിൻ്റെ മാച്ചിങ്ങും ഐഡൻറ്റിഫിക്കേഷനുമാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ്. അതായത് ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, സോ ഇത് കമ്പയർ ചെയ്യും, ഒരു റിലേറ്റീവ്സിൻ്റെ സാമ്പിൾസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യും, ലൈക്ക് പാരൻസ് ഓർ ചിൽഡ്രൻ.
ആ പാറ്റേൺ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് വളരെ അക്യുറേറ്റ് ആണ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ വിക്ടിംസ് ഇൻ ആക്സിഡൻറ്റ്സ്, ക്രൈംസ് ഓർ ഡിസാസ്റ്റേഴ്സ് ഈവൻ ഇഫ് ദ ബോഡി ഈസ് വെരി ബാഡ്ലി ഡാമേജ്ഡ്. ഇനിയിപ്പോൾ ഈ ഒരു DNA ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വി ലുക്ക് ഓൺ ടു ദി പ്രോബ്ലംസ് ഇൻ DNA ഐഡൻറ്റിഫിക്കേഷൻ. ഒന്ന്, ആ ഒരു സാമ്പിൾ ക്വാളിറ്റി വളരെ പുവറായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് പുവർ സാമ്പിൾ ക്വാളിറ്റി, അതാണ് ആദ്യത്തെ പ്രോബ്ലം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ആൽക്കഹോളിലാണ് ഇതിനെ എടുത്തു വെക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബോഡി ഹീറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ ഒരുപാട് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി അതൊട്ട് എക്സ്പോസ് ആവും. സോ ഈ ഒരു DNA ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഹാർഡർ ടു ഗെറ്റ് അക്യുറേറ്റ് റിസൾട്ട്. പിന്നെ കണ്ടാമിനേഷൻ റിസ്ക് ആണ്. ഇപ്പോൾ ഈ സാമ്പിൾസ് ഒക്കെ ഇവർ മിസ്ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ DNA ആയിട്ട് ഇത് മിക്സ് ആവും അല്ലേ, കോസിങ് റോങ് ആൻഡ് അൺക്ലിയർ റിസൾട്ട്സ്. പിന്നെ കോംപ്ലക്സ് സാമ്പിൾസ് ആണ്. സംടൈംസ് ദർ ഇസ് എ വെരി ലിറ്റിൽ DNA ഓർ അത് വേറെ ആൾക്കാരുടെ DNA ആയിട്ട് മിക്സ് ആകുമ്പോൾ ദിസ് മേക്സ് ഇറ്റ് ഹാർഡർ ടു ഫിഗർ ഔട്ട് ഹൂസ് DNA ഇറ്റ് ഈസ്. പിന്നെ ഡാറ്റ അനാലിസിസിൽ വരുന്ന പ്രോബ്ലമാണ്. ഇപ്പോൾ സാമ്പിൾ ഇപ്പോൾ നന്നായാൽ കൂടി ആ ഒരു റീഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രറ്റിങ് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു DNA ഡാറ്റ ചിലപ്പോൾ തെറ്റായി പോവാം അല്ലേ. ഈവൻ വിത്ത് ഗുഡ് സാമ്പിൾസ്, മിസ്റ്റേക്സ് ഇൻ റീഡിങ് ഓർ ഇൻ്റർപ്രറ്റിംഗ് ദ DNA ഡാറ്റ ക്യാൻ ഹാപ്പൻ. പിന്നെ എത്തിക്കൽ പ്രൈവറ്റ് ഇഷ്യൂസ് ആണ്. അതായത് DNA എന്നുള്ളത് ഒരു പ്രൈവറ്റ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അത് റോങ് ആയിട്ട് ഒരു ആളുടെ സമ്മതം ഇല്ലാണ്ട് തന്നെ വിതൗട്ട് പെർമിഷൻ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു മിസ്യൂസ് അല്ല. അതേപോലെ അത് പ്രൈവസി വയലേഷനാണ്. പിന്നെ എക്സ്പേർട്ടൊക്കെ നല്ല ട്രെയിൻഡ് ആയിരിക്കണം. നീഡ് ഫോർ ട്രെയിനിങ് എന്നുള്ളതാണ്. വിതൗട്ട് പ്രോപ്പർ ട്രെയിനിങ് അവർ ഇറേഴ്സ് വരുത്താൻ സാധ്യത ഉണ്ടല്ലേ ഡ്യൂറിങ് കളക്ഷൻ ഓർ ടെസ്റ്റിംഗ്. സോ ഇവിടെ സൊല്യൂഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, ബെറ്റർ ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ടു റിക്കവർ ദി ഡാമേജ്ഡ് DNA. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. ഇതിനെ ആ ഒരു DNA ഡാറ്റ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സോഫ്റ്റ്വെയർസിന് പറ്റും. സോ അവിടെ സോഫ്റ്റ്വെയർ കൊണ്ടുവരിക, നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക. പിന്നെ ഓട്ടോമേറ്റഡ് മെഷീൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് തെറ്റ് വരാം അല്ലേ. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഇറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് മെഷീൻസ് ഉപയോഗിക്കാം. പിന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾസും സ്റ്റാൻഡേർഡ്സും ഉപയോഗിക്കുക എല്ലാ സ്റ്റെപ്പിലും. പിന്നെ ഫോറൻസിക് സ്റ്റാഫിനൊക്കെ റെഗുലർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിങ് റിയൽ ലൈഫ് ഇവൻറ്റ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിൽ നടന്നൊരു സുനാമി ഉണ്ടായിരുന്നു 2004. ഓക്കെ, ഒരു മാസീവ് ആയിട്ടുള്ള സുനാമി. ഇറ്റ് ഹീറ്റ് സെവറൽ കൺട്രീസ്. ഒരുപാട് ബോഡീസ് വളരെ ബാഡ്ലി ഡീകമ്പോസ്ഡ് ആയി ആൻഡ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പിന്നെ ഈ ഒരു DNA ടെസ്റ്റിംഗ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് വിക്ടിംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിച്ചത് ഈ ഒരു DNA ടെസ്റ്റിംഗ് ആണ്. അതേപോലെ 2009 ഓസ്ട്രേലിയയിൽ വിക്ടോറിയൻ ബുഷ് ഫയേഴ്സ്. ഓക്കെ, ആ ഒരു ഫയർ ഒരുപാട് വീടുകളും ഫോറസ്റ്റും ഒക്കെ കത്തി നശിച്ചു ആ ഒരു ഫയറിൽ. അപ്പോൾ ചില വിക്ടിംസിൻ്റെ ബോഡീസ് ദേ വർ ബെറീഡ് ഓർ വളരെ പീസ് കഷ്ണങ്ങളായി. ഓക്കെ, ആൻഡ് സം വിക്ടിംസ് ബോഡീസ് വർ ബേൺഡ് ഓർ ഇൻ പീസസ്. സോ ഈ ഒരു DNA യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു യൂസ് ടു ഐഡൻറ്റിഫൈ റിമെയിൻസ് ദാറ്റ് കുഡിൻ ബി റെക്കഗ്നൈസ്ഡ് ഇൻ എനി അതർ വേ. പിന്നെ ഉള്ളത് 2014 യുക്രൈനിൽ നടന്നൊരു വിഷയമാണ്. ഓക്കെ, അതെനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ ഒരു മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു എന്ന് തോന്നുന്നത്, ഫ്ലൈറ്റ് 17. അതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ആംസ്റ്റർഡാമിൽ നിന്ന് കോലാലംപൂർ പോയിരുന്നു എന്ന് തോന്നുന്നു. സോ ഇതിനെ റഷ്യൻ ബാക്ക് ചെയ്യുന്ന ഫോഴ്സസ് ഒരു സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചിട്ട് 17 ജൂലൈ 2014 ഇതിനെ ഷോട്ട് ഡൗൺ ചെയ്തിട്ടു. ഓക്കെ, അത് യുക്രൈനിൽ കൂടെ പറന്നു പോയിരുന്നു. ഈസ്റ്റേൺ യുക്രൈനിലൂടെ പറക്കുന്ന ഫ്ലൈറ്റിനെ ഇവർ വെടിവെച്ചിട്ടു. അതിലുണ്ടായിരുന്ന 298 ആൾക്കാർ ഏകദേശം മരിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലെയിൻ ഷോട്ട് ഡൗണിൽ. ഓക്കെ, സോ ഇവിടെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ഹെൽപ്പ് ചെയ്തത് ടു ഐഡൻറ്റിഫൈ ദി വിക്ടിംസ് ഈവൻ വിത്ത് സിവിയർ ഡാമേജ്. പിന്നെ നമ്മുടെ 9/11 ടെറർ അറ്റാക്ക് 2001 USA നടന്നത്. നമ്മുടെ USA ഒരു ട്വിൻ ടവേഴ്സ് കൊളാപ്സ് ആണല്ലോ ന്യൂയോർക്കിൽ 9/11 അറ്റാക്ക്. സോ ഒരു ട്രേഡ് സെൻറ്ററിൽ നടന്നത്. സോ ഒരുപാട് വിക്ടിംസ് ദേ വർ ബറീഡ്
ഓക്കെ, അല്ലെങ്കിൽ അവർ ദേവർ ബാഡ്ലി ബ്രോക്കൺ അപ്പാർട്ട്. സോ ഈ ഒരു DNA ടെസ്റ്റിംഗ് ദേ പ്ലേഡ് എ വെരി ഹ്യൂജ് റോൾ ഇൻ ഐഡൻറ്റിഫൈയിങ് ദി റിമെയിൻസ്. പിന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോലീസ് വർക്കിൽ ഏകദേശം ദേ യൂസ് ഇറ്റ് എവറി ഡേ. ഓക്കെ, ഇൻ പോലീസ് വർക്ക് ടു സസ്പെക്ട്സിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ടു പ്രൂവ് ഗിൽട്ട് ഓർ ഇന്നസെൻസ്. അതേപോലെ ക്രൈംസ് സോൾവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ആൻഡ് പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് സഹായിക്കും അല്ലേ, ക്രൈംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഈവൺ ഇയേഴ്സ് ലേറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നാളെ നമുക്ക് വേറെ കുറച്ച് ന്യൂസസുമായിട്ട് കാണാം. ഓക്കെ, സോ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജിയോയിഡിൻ്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജൂലൈ ഫസ്റ്റ് വീക്ക്. സോ ആദ്യത്തെ 50 പേരായിരിക്കും നമ്മൾ എടുക്കുക. ഒരു 50 സ്റ്റുഡൻസിന് മേലെ നമ്മൾ ഒരു ഗ്രൂപ്പിലും വെക്കില്ല. ഓക്കെ, ഒരു ബാച്ചിലും നമ്മൾ അലൗ ചെയ്യില്ല. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അവർ ടീം വിൽ റീച്ച് യു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.